മുതലപ്പുഴയിൽ ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ട അഞ്ചുതെങ്ങ് സ്വദേശികളായ 2 യുവാക്കളെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരച്ചിലിനായി കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് വിഴിഞ്ഞത്ത് നിന്ന് എത്തിയത്. അപകടം നടന്ന് 15 മണിക്കൂറുകൾക്ക് ശേഷമാണ് നാട്ടുകാർ പറഞ്ഞു. പ്രതിഷേധവുമായി അപകടത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നു. മുതലപ്പുഴയിലെ ജനങ്ങളുടെ കണ്ണീരുണങ്ങുന്നില്ല. അവരുടെ ദുരിതത്തിന് ഒരു ശമനമുണ്ടാകുന്നില്ല. അവരുടെ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുന്നില്ല. എന്തുകൊണ്ട് തങ്ങളുടെ ജീവന് ആരും ഒരു വില കൽപ്പിക്കുന്നില്ലെന്ന് ഇവിടുത്തെ ജനം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വരും വഴി 2 യുവാക്കൾ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടതായി വാർത്ത പുറത്തുവരുന്നത്. വൈകുന്നേരം ഏകദേശം 4 മണിക്ക് ശേഷമാണ് 4 പേരടങ്ങുന്ന സംഘം മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നത്. ജോസ്, സ്മിത്ത്, ഫ്രീമോൻ, ഷിജിൻ രാത്രി 9 മണിക്ക് ശേഷം മടങ്ങി വരവെയാണ് മുതലപ്പുഴയിൽ വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട് കാരിയർ ബോട്ട് ചെരിയുന്നതും ഫ്രീമോനും ഷിജിനും അപകടത്തിൽപ്പെടുന്നതും. ഒപ്പമുണ്ടായിരുന്നവർ രക്ഷിക്കാൻ അവർക്കാവും വിധം ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ സമയം തന്നെ അവർ ഓടി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും രക്ഷിക്കാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ സഹായിക്കാനുള്ള ഒരു മനോഭാവം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചില്ല എന്ന് ഇവർ ആരോപിക്കുകയാണ്. പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വള്ളമാണ് വന്നിവിടെ വന്ന് പോസ്റ്റ് പോലീസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അവർ 2 ബോയ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞു. പോസ്റ്റോട് പോലീസ് ജലകന്യകയോ അല്ല മറ്റേ വള്ളം ചെറുത് ഇപ്പം തെരച്ചിൽ നടത്തുന്ന വള്ളം ഉണ്ടെന്നെങ്കിൽ ആ നിമിഷം അവരെ രക്ഷപ്പെടുത്താറുണ്ട്. അവരെ ജോലിക്ക് ഇരുത്തച്ചിനെന്തിനാണ് ഇവിടെ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇരുത്തച്ചിന്. അപ്പം അവരെന്നെ ചെയ്തേ പറ്റും. കടൽക്ഷോഭവും ശക്തമായ കാറ്റും അതുപോലെ തന്നെ വളരെ ഉയരത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലയും വെളിച്ചമില്ലായ്മയും ഒക്കെ മൂലം രാത്രിയിൽ രക്ഷാപ്രവർത്തനം അസാധ്യമാണെന്നാണ് കോസ്റ്റൽ പോലീസ് നാട്ടുകാരെ അറിയിച്ചത്. പുലർച്ചെയായിട്ടും അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങളൊന്നും അറിയാത്തതിനാൽ കുടുംബവും നാട്ടുകാരും കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. MLA രമ്യ ഹരിദാസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി വേണ്ടുന്നതെല്ലാം ചെയ്യാമെന്നറിഞ്ഞിട്ടും ഇന്നലെ രാത്രി 9 മണിക്ക് അപകടം സംഭവിച്ചിട്ട് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാത്രമാണ് വിഴിഞ്ഞത്ത് നിന്നും കോസ്റ്റൽ ഗാർഡിന്റെ ഇവരെ തിരയാനായുള്ള സംഘം എത്തുന്നത്. മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇന്നലെ രാത്രി 9:30 അപകടം സംഭവിച്ച സമയത്ത് വന്ന് കാര്യമറിയിച്ചപ്പോൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ 2 പേരും ഇപ്പോൾ കരയിൽ തങ്ങളോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. എന്നാണ് മുതലപ്പുഴയിലെ ജനങ്ങളുടെ തീരാനോവിനും കണ്ണീരിനും ഒരറുതി ഉണ്ടാകുന്നത്. കാണാതായ ഷിജിന്റെയും ഫ്രീമോന്റെയും ഉറ്റവരുമുടയവരും കണ്ണീരോടെ അവരെ കാത്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.